യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്ന കോതമംഗലത്ത് വനപ്രദേശത്തോട് ചേർന്നുള്ള കാട്ടാന ശല്യം രൂക്ഷം. ഉരുളൻതണ്ണി, കുട്ടൻപുഴ, നാച്ചേരി എന്നിവിടങ്ങളിലാണ് പതിവായി കാട്ടാനക്കൂട്ടം എത്തുന്നത്. ദൃശ്യങ്ങൾ ന്യൂസ് 18 കിട്ടി. ഇന്നലെയാണ് കുട്ടമ്പുഴ പ്രദേശത്ത് കാട്ടാന ഇറങ്ങുകയും എൽദോസ് എന്ന 40 വയസ്സുകാരനെ ചവിട്ടിക്കൊല്ലുകയും ചെയ്തത്. ഈ പ്രദേശത്ത് കാട്ടാന ശല്യം വളരെ രൂക്ഷമാണ് എന്നുള്ളതാണ് സാഹചര്യം. കാട്ടാനകളെ ഓടിച്ചു വിടുന്ന നാട്ടുകാരുടെയും മറ്റും ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. ഡാനി ഇപ്പോൾ ഉണ്ട്. ഉരുളൻതണ്ണിയിലെ കാട്ടാന യുവാവിനെ ചവിട്ടിക്കൊന്നതിൽ ജനരോഷം ശക്തമാവുകയാണ്. ജനകീയ ഹർത്താൽ അവിടെ പുരോഗമിക്കുന്നു. എൽദോസിന്റെ സംസ്കാരം ഇന്ന് 3 മണിക്ക് കുട്ടമ്പുഴ ക്നാച്ചേരി മാർത്തമ പള്ളിയിൽ നടക്കും. കളക്ടറുടെ ഉറപ്പിനെ തുടർന്ന് 8 മണിക്കൂറിന് ശേഷമാണ് പുലർച്ചെ 1 മണിയോടെ എൽദോസിന്റെ മൃതദേഹം നാട്ടുകാർ വിട്ടു നൽകിയത്. കുടുംബത്തിന് 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ട്രഞ്ച് നിർമ്മാണം ഇന്ന് തുടങ്ങുമെന്നാണ് കളക്ടറുടെ ഉറപ്പ്. കോതമംഗലം കുട്ടമ്പുഴ ജനങ്ങൾക്ക് നൽകിയ ഉറപ്പ് സമയബന്ധിതമായി പാലിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞിരുന്നു. അവിടെ വഴിവിളക്കുകൾ സ്ഥാപിക്കാനും ട്രെഞ്ച് കുഴിക്കാനും മറ്റ് സ്ഥലങ്ങളിൽ സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കാനുമുള്ള നടപടികൾ പൂർത്തിയാക്കുകയുണ്ടായി. കാരണം നടപടി പൂർത്തിയാക്കിയെന്ന് പറഞ്ഞാൽ ഇതിനുള്ള അനുവാദം നേരത്തെ നൽകിയിട്ടുള്ളതാണ്. ടെൻഡർ നടപടികൾ ആരംഭിച്ചു. 3 പ്രാവശ്യം ടെൻഡർ ചെയ്തിട്ടും ആരും വരാം. അപ്പോൾ ആ ഒരു നടപടിക്രമങ്ങളുടെ ഒരു പ്രശ്നമുണ്ട്. ആരും വരാതിരുന്നാൽ മാത്രമേ നെഗോസിയേഷന് സാധിക്കുകയുള്ളൂ. ഇന്ന് ട്രെഞ്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കോതമംഗലം MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അവിടെ എത്തുകയും ജനങ്ങളുമായി സംസാരിക്കുകയും സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ സമാധാന അന്തരീക്ഷമുള്ളത്. ജില്ലാ കളക്ടർ മുഖാന്തരം ഗവൺമെൻറ് നൽകിയ ഉറപ്പുകൾ സമയബന്ധിതമായി പാലിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കാനാണ് വനംവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും കുട്ടമ്പുഴയിലെ ജനങ്ങൾക്ക് നേരത്തെ ഇത്തരം ഒരുപാട് ഉറപ്പുകൾ ലഭിച്ച ഒരു ജനതയാണ്. ഇന്നിപ്പോൾ വനമന്ത്രി പറയുന്നത് നേരത്തെ ട്രഞ്ച് കുഴിക്കാനും മറ്റുമുള്ള ഉത്തരവായതാണ്. പക്ഷേ കരാറുകളിലെ കാലതാമസം, അതായത് ചുവപ്പ് നാടകളിൽ കുരുങ്ങി ഇത് പലതും പല ഘട്ടങ്ങളാണ്. ഇതൊക്കെ മാറ്റുക, ഈ ചുവപ്പ് നാടകൾ അഴിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഭരണകർത്താക്കളുടെ പ്രാഥമിക ഉത്തരവാദിത്വം. ജനത്തിന് സൗകര്യപ്രദമായി ജനങ്ങൾക്ക് സ്വൈര്യത്തോടെ ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ്. അതൊക്കെ മറക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഡാനി പുറത്തുവിട്ട ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് കാട്ടാനകൾ സ്ഥിരമായി ഈ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ 40 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഇവർക്ക് സ്വൈര്യമായി പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ജോലി സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ല, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോൾ ട്രെഞ്ച് കുഴിക്കുമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇതിനു മുൻപും സമാനമായ ഒരുപാട് നിലകളിലൂടെ കടന്നു പോകുന്ന ഒരു ജനതയാണ് ഇത് എന്നല്ലേ നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ വ്യക്തമാക്കുന്നത്. ഈ നാട്ടുകാരുമായി ഡാനി ഇതിനകം നിരവധി തവണ സംസാരിച്ചു കഴിഞ്ഞു. അവർക്ക് ഒരുപാട് ആവലാതികളുണ്ട്. സ്വൈര്യജീവിതം സാധ്യമാകുന്നില്ല. കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ട്. ജീവനോപാധികൾ ഇല്ലാത്ത ജനതയാണ്. ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടെ ഭരണകൂടങ്ങൾക്കുണ്ട്. പക്ഷെ അത് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ട്രെഞ്ച് നിർമ്മാണം, നമുക്കറിയാം, വന്യമൃഗങ്ങളാണ്. അവർക്ക് വെള്ളം കുടിക്കാനും ഭക്ഷണം ഇല്ലാതാകുമ്പോഴൊക്കെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് സ്വാഭാവികമാണ്. അത് തടയുക എന്നുള്ളതാണ് നമ്മൾ ഈ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിട്ടിരിക്കുന്ന നമ്മുടെ ഭരണാധികാരികൾക്ക്. നമ്മുടെയൊക്കെ സൗകര്യം കൊണ്ട്, നമ്മൾ നികുതി അടയ്ക്കുന്ന പണം കൊണ്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭരണാധികാരികളുടെ പ്രാഥമിക കടമ അതാണ്. പക്ഷെ സംഭവിക്കാത്തതാണ് ഈ മലയോര മേഖലകളിലെ, വനമേഖലകളിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത്. ഡാനി തുടരാം. ആ ദൃശ്യങ്ങൾ എത്രത്തോളം നമ്മൾ പേടിപ്പെടുത്തുന്നു എന്നതാണ്. കാരണം ആ ദൃശ്യങ്ങളിൽ അവർ വീട്ടുമുറ്റത്ത് വരുന്ന ഈ ആനക്കൂട്ടങ്ങളെല്ലാമാണ് ഓടിച്ചു കളയുന്നത് നമുക്ക് കാണുന്നത്. കാരണം ഇത് അവർ സ്ഥിരം ചെയ്യുന്നൊരു കാര്യം പോലെയാണ് അവർ പലരും നമ്മൾ പറയുകയും ചെയ്തത്. കാരണം ഇത് തങ്ങൾ കാലങ്ങളായി അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതിന്റെ പരിഹാരം ഒരു രീതിയിലും അത് ഉണ്ടാകുന്നില്ല. ഏറ്റവും ഒടുവിലായി എൽദോസ് എന്ന ആൾക്ക് ദുരന്തം സംഭവിക്കുകയും ചെയ്യുന്നു. എന്നിട്ടാണ് ഇവിടെ നടപടികൾ അതിൽ
അതിലേക്ക് കടക്കാൻ പോലും തയ്യാറാകുന്നത്. ട്രെഞ്ച് കുഴിക്കാം, അതോടൊപ്പം തന്നെ ഫെൻസിങ് സംവിധാനങ്ങൾ എന്നെല്ലാം തന്നെ പറയുമ്പോഴും അതിനും അപ്പുറം അവർ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. ഇവർ നടന്നു പോകുന്ന ഈ വഴിയിലെ ഒരു വഴിവിളക്ക് സ്ഥാപിച്ചു നൽകുക. കാരണം ഈ മൊബൈൽ ഫോണിൻ്റെ വെട്ടത്തിലെല്ലാം തന്നെ നടന്നു പോകുന്ന ഒരു മേഖലയാണ് ഞാനുള്ളത്. രഞ്ജിത്ത്, ഇന്നലെ ഈ ദുരന്തം നടന്ന ആ സ്ഥലത്താണ്. ഇതാണ് വഴി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇരുവശവും വനം തന്നെയാണ്. ഇതിൽ കടന്നു പോവുക എന്ന് പറയുന്നത് ഈ വഴിയിലൂടെ അവർക്ക് കടന്നു പോകണം. ഇതിലൂടെ ഈ സ്വകാര്യ വാഹനം ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ഇരുചക്ര വാഹനങ്ങളോ അപൂർവമായിട്ട് ഇവിടെ ഒരു 50 വീടോളമാണ് അപ്പുറത്തുള്ളത്. അതിൽ ഒന്ന് എൽദോസിൻ്റെ വീടുമാണ്. അതൊക്കെ കടന്നു പോകാനായിട്ട് കഴിയും. പലപ്പോഴും മാത്രമേ ഓട്ടോറിക്ഷ അവർക്കും ഇതുവഴി രാത്രി കടന്നു പോകാൻ അവർക്ക് ഭയമാണ്. ഇതാണ് ഈ കാണുന്നതാണ് ഇന്നലെ എൽദോസിനെ ആന ചവിട്ടി വീഴ്ത്തിയ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇന്നലെ രാത്രി പാതിരാവരെയും പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ഇവിടെ അവർ ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യം ഇവിടേക്ക് ഒരു വഴിവിളക്ക് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അത് ഇന്നലെ രാത്രിയാണ് അതിനൊരു നടപടി ഉണ്ടായതെന്ന് തോന്നുന്നു. ഒരാളുടെ മരണം അതിനുശേഷമാണ് ഇവിടെ ഒരു വഴിവിളക്ക് സ്ഥാപിക്കുന്നത്. എല്ലാവരും പറയുന്നത് അങ്ങനെയൊന്ന് ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുന്നു. എന്തായാലും ആദ്യം കാണിച്ച ആ ഒരു ദൃശ്യത്തിലേക്ക് വരികയാണ്. നമുക്കൊപ്പം പട്ടണക്കുടിയിലെ രാമൻ ചേട്ടനുണ്ട്. അദ്ദേഹമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത്. ഇത് വീടിന് ചുറ്റും കാണുന്ന സ്ഥിരം സംഭവമാണോ? വീടിന് ചുറ്റും കാണുന്ന സ്ഥിരം സംഭവമാണിത്. എന്റെയൊക്കെ വീടിന്റെ അടുത്താണ് ആന കയറി വന്നത്. എന്നിട്ട് വീട്ടിലെ പറമ്പിലെ സാധനങ്ങൾ മൊത്തം നശിപ്പിക്കുകയാണ്. തെങ്ങ്, അടയ്ക്ക, കവുങ്ങ് മൊത്തം അടിച്ചു മറിക്കുകയാണ് ആന. എന്റെ വീടിന് പറമ്പിലാണ് കഴിഞ്ഞ പ്രാവശ്യം ആന ഓർമ്മ കുഴി ചാടി. അത് വന്ന് മൊത്തം അടിച്ച് തകർത്ത് നാശമാക്കി. വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഒരാളെ കൊന്നത് കഴിഞ്ഞല്ലോ. സന്തോഷം എന്ന് പറഞ്ഞ സന്തോഷം കൊന്നത്. അവൻ കുളിച്ചിട്ട് ഇങ്ങനെ കയറിയപ്പോഴാണ് ആന വെള്ളത്തിലേക്ക് വന്നത്. അപ്പോഴാണ് ആന അവനെ കൊല്ലുന്നത്. അത് എന്റെ വീടിന്റെ ഒരു 50 മീറ്ററും ഇല്ല, 20 മീറ്ററേ ഉള്ളൂ. അത്ര വലിയ അപകടം. അപ്പൊ ഈ വഴി നീളെ. അപ്പൊ മിനിഞ്ഞാന്ന് തന്നെ ഒരു അപ്പനും മോനും കൂടി ഇവിടുന്ന് പണിയാൻ പോയതാ ഒരു സ്കൂട്ടിയില്. ചെന്ന് കയറി ഇടിച്ച് ആനക്കെട്ട് കയറി റോഡിൽ രാവിലെ 8:30 മണിയായപ്പോൾ കയറി ആനക്കെട്ട് കയറി ഇടിച്ച് ഇറങ്ങി ഓടി. പിന്നെ ഞങ്ങൾ ചെന്നാണ് കാട്ടിൽ ചെന്ന് ആ കാറിന്ന് വരെ പോയി കൂട്ടിക്കൊണ്ട് വരുന്നത്. അപ്പോൾ ഭയങ്കര അപകടാവസ്ഥയാണ്. ഇപ്പൊ ട്രെഞ്ച് കണ്ടില്ലേ, ഇവിടുത്തെ ഫെൻസിലിംഗ് ചെയ്തിരിക്കണ മൊത്തം ഊട് ഫെൻസിലിംഗ് ആണ്. ഇത് കണ്ടില്ലേ. അപ്പൊ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഇതെന്ന് വെച്ചാൽ മൊത്തം ഊട് പരിപാടിയിലാണ് ഇവിടെ പരിപാടി മൊത്തം. നല്ല രീതിയിൽ ചെയ്യണം. ഇത് റോഡിലേക്ക് പോകണ വഴിക്ക് റോഡ് സൈഡ് രണ്ടും അല്ലെങ്കിൽ അപകടമാണ്. മൊത്തം അപകടം എന്ന് വെച്ചാൽ ഈ അമ്പലത്തിലേക്ക് പോകണ വഴിക്ക് തന്നെ എപ്പോഴും ആന കാണും. ഞാൻ ഈ അമ്പലത്തിലൊക്കെ വിളക്കത്തിക്കാൻ പോണതാണ്. വിളക്കത്തിക്കാൻ പോകുമ്പോൾ രാവിലെ ഒക്കെ ആനയെ കാണാറുണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഓടുക ആനയെ കാണുമ്പോൾ. അപ്പോൾ പ്രായമായ ആൾക്കാരൊക്കെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? ഇതിപ്പോൾ തന്നെ ഇന്നലെ മൊബൈൽ വെട്ടത്തിൽ വന്നപ്പോഴാണ് ഈ അപകടം. ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവും നമുക്ക് അറിയാമായിരുന്നു. അറിയാമായിരുന്നു. ഇത് മൂന്നാമത്തെ ആളല്ലേ. നടന്നില്ലെങ്കിൽ രാമ ബോഡി കൊണ്ടുവന്ന് സ്റ്റേഷന്റെ മുമ്പിൽ വെക്കണം. ഇന്ന് ഫെൻസിങ് രാവിലെ പണി തുടങ്ങാന്നാ പറഞ്ഞത്. റെഞ്ചിന്റെയും ഫെൻസിങ്ങിന്റെ ഒക്കെ പണി അത് ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഇന്ന് ചെയ്യേണ്ട പണി ഇതാണ്. എല്ലാവരും കൂടണം. ബോഡി വന്നു കഴിയുമ്പോ എല്ലാവരും കൂടെ കൂടി അവരുടെ തിണ്ണയിൽ ഇറക്കി വെക്കണം. അവിടെ ഇരിക്കട്ടെ. തീരുമാനം ഉണ്ടായിട്ട് എടുത്ത് മറവ് ചെയ്താൽ അല്ലെങ്കിൽ അവിടെ വെച്ചാൽ മതി. ഇത് പണികളൊന്നും ആരംഭിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് ഇനിയും പോകും. പോകാതിരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇറക്കി വരട്ടെ അവിടെ നിന്ന്. നമുക്ക് 5 പൈസ തന്നിട്ടില്ല. 1 രൂപ കിട്ടിയിട്ടുണ്ട്. ജീവനും കൊണ്ട് അന്ന് ഓടി പോന്നാ. ഉരുളുപൊട്ടും കഴിഞ്ഞ ആനശല്യം കൂടെ ആയപ്പോ അവിടെ ഇപ്പൊ ആൾക്കാരില്ലാതെ ഒക്കെ ജീവനും കൊണ്ട് അയിലേക്ക് ഓടുകയാണ്. ഞാനിവിടെ വെളിത്തുറമ്പ് പിണർക്കുടിയിലാണ് താമസിക്കുന്നത്. ഇത് തന്നെ അവസ്ഥ. ഇപ്പൊ എന്റെ വീട്ടിലേക്ക് ഞാൻ കാണിച്ചൊരു ആനനെ എന്റെ വീടിന്റെ തൊട്ട് പുറകിൽ വെക്കുന്നുണ്ട് ആന പോർഷനകത്ത്. ഫെൻസിങ് ഇട്ടു, അത് സംരക്ഷിക്കില്ല. ആന വരും, ചവിട്ടി പിടിച്ച് കളയും. അത് കഴിഞ്ഞിട്ട് ഇവരോട് സാറേ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ലോട്ടറി വിൽക്കുന്ന ഒരു മനുഷ്യനെ ആന കുത്തിയിട്ടിട്ട് വിളിച്ച് പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു പോലും നോക്കിയില്ല. ഞങ്ങളെ നാട്ടുകാരെല്ലാം കൂടി വാരിക്കൂട്ടി എല്ലാം റെഡിയാക്കി പെറുക്കി എടുത്തു വിട്ടത്. ഇതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കുഴപ്പം. അവര് നമുക്ക് അവരോട് വ്യത്യാസമൊന്നുമില്ല. നമ്മളൊരാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വന്ന് നോക്കാനോ ഒന്ന് സഹകരിക്കാനോ ഇതൊന്നും അവർ ചെയ്യില്ല. അവർക്ക് തിന്നുക, വല്ല ഭക്ഷണമൊക്കെ കഴിച്ചാൽ ആവശ്യമായിട്ട് ആ ഓഫീസിലിരിക്കുക. ഇതാണ് അവരുടെ ചുമതല. ഇതാണ് ഇവര് ഈ നാട്ടിൽ നടപ്പാക്കുന്ന കാര്യം. നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും വരാട്ടോ, പിന്നെ നോക്കാട്ടോ, പിന്നെ 1 മാസം കഴിയുമ്പോൾ അവർ ചോദിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. എന്റെ വീട് തൊട്ടപ്പുറയാണ്. പഞ്ചനുള്ളിൽ തന്നെയാണ്. ഇതേ അവസ്ഥ തന്നെ. ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ഞാൻ 2 ആഴ്ച മുമ്പ് അവിടുന്ന് വീട്ടിൻ്റെ അവിടെ 8-10 ഓട്ടോ കൊണ്ടുവന്നപ്പോൾ ആന ഈ ആനന്ദ് തന്നെ എന്നെ ഓടിച്ചു. ഞാൻ ഓടിക്കൊണ്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഓടി. എന്നിട്ട് ഓട്ടോ മറ്റേ അടിച്ച് എൻ്റെ ബമ്പർ കൊടിഞ്ഞു പോയി. ഞാൻ തമിഴ്നാട്ടിലേക്ക് ഞാൻ രക്ഷോട്ട് പോയത്. തൊട്ടപ്പുറം വഴിയുണ്ട്. അപ്പോൾ ഈ കൊച്ചിനാശ്ശേരി എന്ന് പറയും. ആ വഴിക്കാണ് എന്നെ ആന ഓടിക്കണേ. ഞാൻ ഓടിക്കൊണ്ട് ഓട്ടോയിൽ നിന്ന് ഇറങ്ങി ഞാൻ ഓടിയത് ഡ്രൈവർ സീറ്റിൽ നിന്ന് പോയിട്ട് വണ്ടി ഒന്ന് മരത്തടിച്ച് എൻ്റെ അത് ബമ്പർ കൊടിഞ്ഞു പോയി. ഞാൻ തമിഴ്നാട്ടിലേക്ക് ഞാൻ രക്ഷോട്ട് പോയത്.
അതുപോലെ തന്നെ ഇവിടെ സെറ്റിൽമെന്റിലേക്ക് ട്രെഞ്ചിന് അനുമതി കിട്ടിയിട്ട് 4 മാസമായി. 4 മാസമായിട്ട് അതിന്റെ അളവോ കാര്യങ്ങളൊക്കെ ചെയ്തു പോയിട്ട് ഇവര് റോഡ് സൈഡ് ചേർത്താൽ ട്രെഞ്ച് ആത്തോളൂ എന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ആറോ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ അവർക്ക് നടക്കാതെ കിടക്കുന്നത്. ഇതൊക്കെയാണ് ഉദ്യോഗസ്ഥരുടെ കുഴപ്പം. നമ്മൾ അവരോട് എന്തെങ്കിലും എതിർപ്പിന് പോയിട്ടുണ്ടോ? ഇല്ല. ഈ നാട്ടുകാർ ഒരു എതിർപ്പും ഇല്ല. അവരോട് പറഞ്ഞാൽ റൂട്ടിൽ നിന്ന് ഒരു 10 മീറ്റർ മാറ്റി താത്തണമെന്ന് ഒരൊറ്റ വ്യവസ്ഥയെ നാട്ടുകാർ വെച്ചോളൂ. ഈ റോഡിനോട് ചേർത്ത് നമ്മൾ ട്രെഞ്ച് കത്തിക്കഴിഞ്ഞാൽ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മറ്റൊരു റോഡൊന്ന് വികസിപ്പിക്കണേ എന്ത് ചെയ്യും? അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കണ്ടേ? അവർ പറഞ്ഞത് നടക്കൂലെന്ന് പറഞ്ഞാൽ അതും പ്രകാരമാണ് ഇപ്പൊ ഈ റോഡ് ആ ട്രെഞ്ചിന്റെ വർക്ക് പെൻഡിങ് ആയി കിടക്കണേ. 4 മാസം മുമ്പ് ഫണ്ട് അനുവദിച്ച് കിടക്കുന്ന ഇതൊക്കെയാണ് ഉദ്യോഗസ്ഥന്മാരുടെ കളികൾ. നാട്ടുകാരെ ജീവിക്കാൻ അവര് സമ്മതിക്കില്ല. ട്രെഞ്ച് വെക്കുമ്പോഴേക്കും മരമെല്ലാം മുറിച്ച് മാറ്റി പിന്നെ മരം പോകൂലേ? അത് നല്ല ഈ റോഡിന്റെ വീതിക്ക് വേണോ ഇത് താത്താൻ? ഇതിന്റെ ഇങ്ങനെയാ ഇത് തന്നെ. അപ്പം മരം ഒരുപാട് പോകും. അത് നടപടിയുള്ള കേസിലെ പറച്ചിലൊക്കെ ഉള്ളു. അത് തന്നെയല്ല ഇപ്പൊ ഫെൻസിങ് ഇട്ടിട്ടും വലിയ കാര്യമില്ല. അതും എന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ ആളുമില്ല. നോക്കണം. അല്ലെങ്കിൽ അനുഭവം വെച്ച് നോക്കുമ്പോ അങ്ങനെ ഒരു ഇല്ല. ഇതൊക്കെ ഇട്ടതാ. ഒരാഴ്ച പോലും അതിന് പ്രയോജനം കിട്ടിയില്ല. ഒരാഴ്ചത്തേനെ പോലും അത് വർക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷിയുടെ കമ്പി മൊത്തം പോയി കിടക്കുവാണ്. നമ്മുടെ ആന കുട്ടമ്പുഴ ടൗണിൽ വരെ ആന ഇറങ്ങണ്ട. ആന സ്ഥിരമായിട്ട് ആൾക്കാർക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇറങ്ങാൻ പറ്റില്ല. സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഫെൻസിങ് 2 ദിവസം ചെറിയ 3-ാമത്തെ ദിവസം ആ മരം മറിച്ചിട്ട് ആ ഫെൻസിങ് പോകും. പിന്നെ അത് പോയി. പിന്നെ ആന കടന്നു വരും. പകുതി ആ റോഡിന്റെ മെയിൻ അവിടെ മാത്രം ഫെൻസിങ് കാണും. ആടിലത്തെ കാടും വെട്ടിക്കളയും. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഫെൻസിങ് ഉണ്ടാവില്ല. ആന അപ്പുറത്തേക്ക് കടന്ന് പറമ്പിൽ കയറും. എല്ലാം നശിപ്പിച്ച് കളഞ്ഞിട്ട് ആന അങ്ങ് പോകും. ഒരു രക്ഷയില്ല. ജീവിക്കാൻ രക്ഷയില്ല. അണ്ണാനും കുരങ്ങും പന്നിയായിട്ടും മനുഷ്യൻ ജീവിക്കാൻ പാടാത്ത അവസ്ഥയാണ് ഇവിടെ. ഒന്നും നടക്കൂല അവിടെ. പച്ചവെള്ളം ഒഴിച്ച് ബാക്കി എല്ലാം പൈസ. രഞ്ജിത്ത്, ഇത് ഈ മേഖലയിലുള്ളവരെ മുഴുവൻ ദുരിതങ്ങളാണ് അവർ വിവരിച്ചത്. കാരണം ഈ ഒരു ദുരന്തത്തിൽ മാത്രം അത് ആ രീതിയിലേക്ക് മാത്രം കാണേണ്ടതില്ല. അതിനും അപ്പുറമാണ് അവരുടെ ഒരു ജീവിത പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. കാരണം ഇവിടെ ജീവിച്ചു പോകാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കും. സത്രമായ നടപടികൾ ഉണ്ടാകും. ഒടുവിലത്തെ ഒരു രക്തസാക്ഷി എന്ന രീതിയിലാണ് അവർ എൽദോയെ കാണുന്നത്. അതങ്ങനെ ആയിരിക്കട്ടെ, ഇനിയും ഒരാൾ കൂടി അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. കാരണം ഇതുവഴി അവർക്ക് ഇനിയും കടന്നു പോകേണ്ടതാണ്. പക്ഷേ ഇനി ഇതിലേ പോകുമ്പോഴെല്ലാം തന്നെ, കാരണം ഇതുപോലൊരു ദുരന്തം ഇതിനു മുൻപ് ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല, അടുത്ത് ഉണ്ടായിട്ടില്ല. ഇതിനപ്പുറത്താണ് 1 വർഷം മുമ്പ് സന്തോഷ് എന്നൊരാൾ ഈ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നത്. അന്നു മുതൽ ഭീതിതമായിട്ട് തന്നെയാണ് അവരുടെ ജീവിതം തുടരുന്നത്. ഇപ്പോൾ ഉണ്ടായത്, ഇന്നലെ അവർ പറയുന്നത്, ഒരു തെരുവ് വിളക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, അത് കത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുരന്തം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ തന്നെയാണ് എല്ലായിടത്തും. കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞതുപോലെ ടെൻഡർ നടപടികളുടെ ഒരു അലംഭാവമാണ്, അത് വൈകിയതാണ് കാരണമെന്ന് പറയുന്നതിനെയും അവർ വളരെയധികം അത് നിരാശയോടുകൂടി തന്നെയാണ് കാണിക്കുന്നത്. തിരിച്ചു ചോദിക്കുന്നത് ഇതാരാണ് ഇതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതെന്ന മറുചോദ്യം ഇവിടെ അവശേഷിക്കുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്ന്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും കുട്ടമ്പുഴയിലെ ജനങ്ങൾ വലിയ ഭീതിയിലാണ്. അവിടെ ഇന്ന് ജനകീയ ഹർത്താലുണ്ട്. സർക്കാരുകൾ മാറി മാറി വന്ന സർക്കാരുകൾ നൽകിയ ഉറപ്പുകൾ പാലിക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്.